ഹലോ ഡിയേഴ്സ്, പ്രകൃതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പക്ഷേ അത് നമ്മൾക്കും മറ്റുള്ളവർക്കും നല്ലതാകുന്ന രീതിയിലായിരിക്കണം. സ്വപ്നങ്ങൾ പിന്തുടരുക, ഇഷ്ടത്തോടെ കാര്യങ്ങൾ പഠിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, ഇവയെല്ലാം പ്രധാനമാണ്. അതേസമയം ഉത്തരവാദിത്വവും ശ്രദ്ധിക്കണം. ഇഷ്ടങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കും, ഉത്തരവാദിത്വം നമ്മളെ ശരിയായ വഴിയിൽ നിർത്തും. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട്. ഓരോ ആളുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷവും ആത്മവിശ്വാസവും ലഭിക്കുന്നു. ഇഷ്ടങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായി പ്രവർത്തിക്കുന്നു. സംഗീതം, കൃഷി, വായന, ചിത്രരചന, കായികം തുടങ്ങിയ പല മേഖലകളിലും ആളുകൾ തങ്ങളുടെ ഇഷ്ടങ്ങളെ പിന്തുടർന്ന് വിജയത്തിലെത്താറുണ്ട്. എന്നാൽ ഇഷ്ടങ്ങൾ മാത്രം ജീവിതത്തെ നല്ല രീതിയിൽ നയിക്കാൻ മതിയാകില്ല. ഉത്തരവാദിത്വവും അത്ര തന്നെ പ്രധാനമാണ്. കുടുംബത്തോടും സമൂഹത്തോടും പ്രകൃതിയോടും ഓരോരുത്തർക്കും ചില കടമകളുണ്ട്. ഉത്തരവാദിത്വം നമ്മളെ ശരിയായ വഴിയിൽ നിർത്തുകയും തെറ്റുകളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. ഇഷ്ടങ്ങളും ഉത്തരവാദിത്വവും തമ്മിൽ ശരിയായ സമതുലനം ഉണ്ടാകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ നന്മയും ശ്രദ്ധിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും സന്തോഷവും സമാധാനവും വളരും. കൃഷിയും മനസ്സിന് ശാന്തിയും സന്തോഷവും തരുന്ന കാര്യങ്ങളാണ്. സ്വന്തം കൈകൊണ്ട് ചെടികൾ വളരുന്നത് കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. സ്വന്തം കൈകൊണ്ട് ചെടികൾ നട്ടു വളർത്തുന്നത് ഒരു പ്രത്യേക അനുഭവം. ഒരു ചെറിയ വിത്ത് മുളച്ച് ചെടിയായി വളരുന്നതും പിന്നീട് പൂവും കായും തരുന്നതും കാണുമ്പോൾ മനസ്സിൽ വലിയ സന്തോഷമുണ്ടാകും. അത് പ്രകൃതിയോടുള്ള സ്നേഹവും ക്ഷമയും നമ്മളിൽ വളർത്തുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ഗാർഡനിങ്ങും ചെറിയ കൃഷിപ്പണികളും ആളുകൾക്ക് മാനസിക ആശ്വാസം നൽകുന്നു. വീട്ടുവളപ്പിൽ പച്ചക്കറികളും പൂച്ചെടികളും വളർത്തുന്നത് ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും നല്ലതാണ്. രാസവസ്തുക്കളില്ലാതെ പച്ചക്കറികൾ ലഭിക്കുന്നതിലൂടെ ആരോഗ്യം സംരക്ഷിക്കാം. കൃഷി നമ്മെ അധ്വാനത്തിൻ്റെ വില പഠിപ്പിക്കുന്നു. ഒരു ചെടി നന്നായി വളരാൻ വെള്ളവും വളവും പരിചരണവും ആവശ്യമാണ്. അതേപോലെ ജീവിതത്തിലും പരിശ്രമവും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ വിജയം ലഭിക്കൂ. അതിനാൽ കൃഷി ഒരു തൊഴിൽ മാത്രമല്ല, സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു നല്ല ജീവിത രീതിയാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും വലിയ സ്ഥാനമുണ്ട്. നല്ലൊരു ജീവിതം സ്വന്തമാക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും സ്വപ്നങ്ങൾ മനുഷ്യന് പ്രചോദനമാകുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. ചിലർ മറ്റുള്ളവരുടെ കഴിവുകളെയും വിജയങ്ങളെയും അംഗീകരിക്കാൻ തയ്യാറാകില്ല. അതുകൊണ്ട് അവർ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളും വിമർശനങ്ങളും പറയാറുണ്ട്. നിനക്കിത് ചെയ്യാൻ കഴിയില്ല, ഇത് നിനക്കുള്ള വഴിയേയല്ല എന്നിങ്ങനെയുള്ള വാക്കുകൾ പലരുടെയും മനസ്സ് തകർക്കുന്നു. ചിലപ്പോൾ അടുത്തുള്ള ആളുകളിൽ നിന്ന് തന്നെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ സ്വപ്നങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഭയന്ന് ജീവിതത്തിൽ പിന്നോട്ട് പോകരുത്. ആത്മവിശ്വാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ ഏത് ലക്ഷ്യവും നേടാൻ കഴിയും. ചരിത്രത്തിൽ വലിയ വിജയങ്ങൾ നേടിയ പലരും നിരവധി പേർ പറഞ്ഞ നിരുത്സാഹപ്പെടുത്തലുകൾ അതിജീവിച്ചവരാണ്. നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കാരണം അവ ഉപേക്ഷിക്കരുത്. പകരം വിമർശനങ്ങളെ ശക്തിയായി മുന്നോട്ടു പോകാൻ പഠിക്കണം. സ്വപ്നങ്ങൾ കാണാനും അത് സാക്ഷാത്കരിക്കാനും ഓരോ മനുഷ്യർക്കും അവകാശമുണ്ട്. ആ സ്വപ്നങ്ങളെ സംരക്ഷിക്കുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് വിജയത്തിലേക്കുള്ള പ്രധാന വഴിയാണ്. ജീവിതത്തിൽ നമ്മോടൊപ്പം നടക്കുകയും നമ്മെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാകുന്നവർ ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്താണ്.